സുഹൃത്തുക്കളെ, നമുക്കിന്ന് നോക്കാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളോടുള്ള സിറ്റുവേഷൻ എന്താണ്, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചെറിയ ഒരു വീഡിയോ ആയിട്ടാണിത് അല്ലെങ്കിൽ ഞാനിടുന്നത് ചെറിയ വീഡിയോ എല്ലാം തന്നെ ചെറുതാണ്, 3-4 മിനിറ്റ് ഇടുന്നതെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കുറവാണെന്ന് തോന്നുന്നു. കാരണം ധാരാളം ടൈമിൽ 20-30 മിനിറ്റൊക്കെ എടുക്കുന്നത് കാണുന്നതായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. എത്ര മിനിറ്റ് എടുത്താലും ചെറിയ കാർഡെടുത്താൽ കിട്ടുന്ന കാര്യം അങ്ങ് പറയുക, അതല്ലേ ഏറ്റവും നല്ലത്. ഒത്തിരി സമയം വലിച്ചു വിട്ട് പോകുന്നതൊക്കെ നല്ലത് ടപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പോവുക. അപ്പോൾ കാര്യം ആണെങ്കിൽ 2-3 കാർഡിൻ്റെ ആവശ്യമുള്ളൂ. 3 കാർഡിന് ഇപ്പോൾ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സൻ്റെ കാര്യം നോക്കുമ്പോൾ 3 കാർഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ കുറച്ചുള്ളെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു. കറണ്ട് എനർജി ഇതാ കാണിക്കുന്നത്. അദ്ദേഹം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അദ്ദേഹത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. ആരുടെ റിവീൽ ചെയ്യാനോ വെളിപ്പെടുത്താനോ ഒന്നും താല്പര്യപ്പെടാതെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് അനങ്ങാതെ ഒതുങ്ങി ഒരിടത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളെന്ന് വെച്ചപ്പോഴത്തേക്ക് കിട്ടിയ കാർഡ് ഇതാണ്. കാണുമ്പോൾ തന്നെ അറിയാം 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ധാരാളം ചോയ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഈ കാർഡ് കിട്ടുന്ന വ്യക്തികൾ കണക്കാക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ ധാരാളം ചോയ്സ് ഉണ്ട്. ഈ ചോയ്സിൽ ഏതെടുക്കണം, ഏത് വഴിക്ക് പോകണം, ഏതാണ് സ്യൂട്ടായ തനിക്ക് ആവശ്യമായത് ഏതാണെന്ന് അറിയാമല്ലാതെ ഒരു അന്താളിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം നിങ്ങളിലേക്ക് വരാൻ ലൈഫ് ചാൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ. അപ്പോൾ അതിന് കിട്ടിയ കാർഡ് ഇതാണ്, പേജ് ഓഫ് സോളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ചൈൽഡിഷ് ക്യാരക്ടറാണ്, എന്നാലും തന്നെയും ഒരു പോരാളിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഞാൻ ഭാവിയിലേക്ക് കാര്യം ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ കിട്ടുകയാണ് അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാനും തിരിച്ചു വരാനും താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും അദ്ദേഹം നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ വരാനുള്ള സാധ്യത 100% ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കുക. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. പിന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അതുപോലെ ആയിരിക്കും. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മളെന്താണോ കരുതുന്നത്, നമ്മളെന്താണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ യൂണിവേഴ്സിന് നെഗറ്റീവും പോസിറ്റീവും അറിയത്തില്ല. നമ്മളുടെ ചിന്ത എന്താണോ അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥിക്കുക. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വാക്ക് പോലും നമ്മുടെ ലൈഫിൽ നമ്മുടെ നാക്കിൽ നിന്ന് വരാതിരിക്കട്ടെ. എൻ്റെ പേഴ്സൺ അങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കാരുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഭാവിയും വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും, അദ്ദേഹം അല്ലെങ്കിൽ അവൾ എൻ്റേതാണെങ്കിൽ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് കരുതി നിങ്ങൾ ചിന്തിക്കുക. അത് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് ലെറ്റ് ഗോ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ എനർജി ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ എനർജി ആ വ്യക്തിയിലേക്ക് പോവുകയും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ എനർജി നഷ്ടപ്പെടാൻ സംഭവിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം, രാത്രി കിടക്കാതെ വിഷ്വലൈസ് ചെയ്യാം, പിന്നെ ഹോപ്പണപ്പ് ചെയ്യാം, അതേപോലെ ടെലിപ്പതി ചെയ്യാം. ആ സമയത്ത് മാത്രം അവരെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോവുക. പിന്നെ നമ്മളെ സ്നേഹിച്ചാലും നമ്മളെയും മറ്റുള്ളവരെ സ്നേഹിക്കുള്ളൂ. അപ്പം നിങ്ങളെപ്പോഴും സ്വയം നിങ്ങളെ ആദ്യം പരിഗണിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനൊരു വില കൽപ്പിക്കുക. ആ ആത്മാവിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളെയും മറ്റുള്ളവർ സ്നേഹിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ ഞാൻ റീഡിങ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ റീഡിങ്ങിന് വരുന്നവരായിരുന്നെങ്കിൽ എന്നെ വിട്ട് ഇതിലൂടെ പോയിട്ടില്ല. അവരെപ്പോഴും ഫോളോ അപ്പ് ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ അവരെ ഹീൽ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവരിലും വരുന്നവരായിരുന്നെങ്കിൽ അവരങ്ങനെ പോകാറില്ല. അവരെപ്പോഴും ഫോളോ അപ്പ് നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്.